ഈ വർഷത്തെ ഫസ്റ്റ് 1000 CR ഓപ്പൺ ആവാൻ പോവാണ്. യെസ്, ദുരന്തർ 2 2026 ഫസ്റ്റ് 1000 CR തൂക്കാൻ പോവാണ്. ഈ 1000 കോടി എന്ന് പറഞ്ഞത് ജസ്റ്റ് സ്റ്റാർട്ട് മാത്രമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മിനിമം 1000 കോടി സിനിമ നേടും. ഇനി ഇത് 1000 കോടി നിൽക്കുവോ അതോ പുഷ്പയും തകർത്ത് ടോപ്പ് 1 നിൽക്കുന്ന ഡെങ്കലിനെയും തകർത്ത് ടോപ്പ് 1 കയറാനായിട്ട് ഹൈ ചാൻസ് ഉണ്ട്. ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ ഉണ്ടാക്കിയോളം അത്രത്തോളം വലുതായിരുന്നു. നോർത്തിലെ അധിക സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രി വന്നിട്ട് നല്ല റെസ്പോൺസ് മേടിക്കുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്. ആ ചുരുക്ക സിനിമകളിൽ ഒന്നാണ് ദുരന്തറും. ഇനി ഈ സിനിമ അമ്മാതിരി കളക്ഷൻ ഇടുമ്പോൾ ആർക്ക് വീഴുമെന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ലോ ഹൈപ്പിലാണ് ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് റിലീസിനെത്തിയത്. ഈ 19-ാം തീയതി ഇറങ്ങാൻ വന്ന പാർട്ട് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഹൈപ്പായിരുന്നു സിനിമയ്ക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസും വന്നു, റെക്കോർഡ് കളക്ഷനും നേടി, ബോക്സ് ഓഫീസിനെ തകർത്തു വാരി. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഹൈപ്പ് കാരണം സെക്കൻഡ് പാർട്ടിന് വേണ്ടി അങ്ങേയറ്റ പീക്ക് ഹൈപ്പാണ്. ഇനിയിപ്പോ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസും കൂടെ വന്നാൽ ബോക്സ് ഓഫീസിന്റെ അടി വേരളക്കും. ഇനിയിപ്പോ പുഷ്പ മാത്രമാണോ വീഴുന്നത് അതോ ഡെങ്കലും വീഴുമെന്ന് കണ്ടു തന്നെ അറിയണം. പുഷ്പയും ഡെങ്കലും ഒന്നും വീഴത്തില്ലെന്ന് പറയുന്നവരൊരു കാര്യം പറയാം. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ ദുരന്തർ പുഷ്പയെങ്കിലും മലത്തി അടിച്ചിരിക്കും. എതിരാളിയായിട്ടുണ്ടായിരുന്ന യാഷിന്റെ ടോക്സിക്കും ഇപ്പോൾ റിലീസ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് മറ്റുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് നല്ല രീതിക്ക് കളക്ഷൻ കിട്ടും. പക്ഷേ കേരളത്തിൽ നിന്ന് ഒഴിച്ച് ഇവിടെ നമ്മുടെ പാപ്പനും പിള്ളേരും വരുന്നതുകൊണ്ട് അധികം കളക്ഷൻ ഒന്നും ഇവിടുന്ന് സിനിമയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ചിലവന്മാർ കമന്റ് ചെയ്യാനായിട്ട് വരും, ആട് 3 കാരണം ദുരന്തർ 2 കളക്ഷൻ എങ്ങനെയാണ് കുറയുന്നതെന്ന്. അത് ദുരന്തർ 2 ആണെങ്കിൽ ഇത് പാപ്പന്റെയും പിള്ളേരെ സിനിമയാണ് വരാൻ പോകുന്നത്. ട്രെയിലറിന് മുമ്പ് വരെ സിനിമയ്ക്ക് ആ പഴയ ടച്ച് കിട്ടുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പോരാത്തതിന് ദുരന്തറിന്റെയും ടോക്സിക്കിന്റെയും കൂടെ കൊണ്ട് ക്ലാഷും. ആ ഡൗട്ടൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിനിമയുടെ ട്രെയിലറും വന്ന് കത്തിച്ചു, ടോക്സിക് റിലീസും മാറ്റി, പിന്നെ പഴയ പാപ്പനെയും പിള്ളേരെ നമുക്ക് തിരിച്ചും കിട്ടി. പിന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസും കൂടെ വന്നാൽ ദുരന്തർ 2 കൂടെ കട്ടക്കി പിടിച്ച് നിൽക്കും. അല്ലെങ്കിൽ അതിനേക്കാളും മേളില്. ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഈ ബ്രോ ആട് 3 ഒരു യൂണിവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ ഞാൻ ആട് 3 ബേസ് ചെയ്ത് മാത്രമാണ് കൂടുതലും വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളിൽ പലരും കമന്റും ചെയ്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് റീച്ച് വേണ്ടതുകൊണ്ട് ഈ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം എടുത്ത് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. എന്നെ ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അധികം വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം മൂവീസിന്റെ അപ്ഡേറ്റും പറയുന്നതായിരിക്കും. പിന്നെ ജനനായകൻ ഈ 9-ാം തീയതി സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് റിവൈസ് ചെയ്യാനായിട്ട് കൊടുത്തൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു, പിന്നെ സമയവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനൊരു വീഡിയോ ഇട്ടതുകൊണ്ട് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തെന്ന് മാത്രം. നിങ്ങൾ മാർച്ച് 19-ാം തീയതി ഏത് സിനിമയാണ് കാണാൻ പോകുന്നതെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ എന്തായാലും ഫസ്റ്റ് ആട് 3 തന്നെ കാണാൻ പോകത്തുള്ളൂ, അത് ഉറപ്പായിട്ടും. പിന്നെ ഈ അർണവ് കഴിഞ്ഞ വീഡിയോയിലൂടെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുത്ത വീഡിയോയിൽ ഇവന്റെ പേരെന്ന് പറയാൻ പോകുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തോടുകൂടി ഫുൾ മോണിറ്റൈസേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തിനെ പറ്റിയെങ്കിലും വീഡിയോ വേണമെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ചെയ്യുന്നതായിരിക്കും. കമന്റിന്റെ അകത്ത് മറ്റേ വർത്തമാനം പറയുന്നവരടുത്തല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.